ഹലോ ഹായ്. ഞാൻ ഇന്ന് ലൈവ് വന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ലൈവ് വന്ന് ഇത് പറയണം എന്ന് വിചാരിക്കുവാണ്. ആക്ച്വലി ഇതിപ്പോ കഴിഞ്ഞൊരു കാര്യമാണ്. എന്നാലും ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പബ്ലിക്കിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കൊണ്ട് ജീവിത മാർഗം കണ്ടെത്തി അതിൽ ജീവിച്ചു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പൊ ആ മനുഷ്യന്മാര് പലരുടെയും കണ്ടന്റുകളാണ്, പല വ്യക്തികളുടെയും ഫാമിലി പ്രോഗ്രാംസ്, അല്ലെ ഫാമിലിയിലെ പ്രോബ്ലംസ്, അല്ലാന്നുണ്ടെങ്കിൽ പല പല ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പല കാര്യങ്ങൾ. ഇപ്പൊ തന്നെ എൻ്റെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഒരു ആങ്കർ തമ്മിലുള്ള ഇഷ്യൂ. അപ്പൊ അതിനകത്ത് എന്നോടൊന്നും ആരും വിളിച്ച് ചോദിച്ചിട്ടൊന്നുമല്ല ആ വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അനലൈസ് ചെയ്യാതെയാണ് പല ആളുകളും യൂട്യൂബിലുള്ള വീഡിയോസ് ചെയ്തിടുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും കണ്ടന്റ് മതി, ആ കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെയാണ് ഇപ്പൊ കഴിഞ്ഞ വീക്കില് എനിക്ക് നടന്ന ഒരു ഇൻസിഡന്റ് എടുത്തു വെച്ചിട്ട് ഒരു കുറച്ച് യൂട്യൂബ് ചാനലുകാര് എൻ്റെ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് കുറെ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകളോട് ഞാൻ കൺവിൻസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചു, അതിന്റെ എവിഡൻസ് കാണിച്ചപ്പോൾ അവരല്ലാതെ തിരുത്താനും അത് ഡിലീറ്റ് ചെയ്യാനും വില്ലിങ് ആയി. 2 വ്യക്തികൾ മാത്രമാണ് ഇതിനകത്ത് വില്ലിങ് ആവാത്തത്. അവർക്ക് അതിനകത്ത് റീച്ച് കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, അതിനകത്ത് ക്യാഷ് കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവര് ഒരു രീതിയിലും അതിനകത്ത് എടാ പോയെ ഒരു രീതിയിലും അവര് സിംബ പോയെ പോടാ പോ താഴെ പോ, ഒരു രീതിയിലും അവര് ഇതാക്കാൻ അവര് ഡിലീറ്റ് ചെയ്യില്ല. ഞാനപ്പോ അവരുടെ പേഴ്സണലി PM സംസാരിച്ചു, അല്ല അവരുടെ അക്കൗണ്ടിൽ കയറി സംസാരിച്ചു. പോയിക്കേ, ഇവനൊരു രീതിയിൽ സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ, പോടാ വേഷം കെട്ട്. ഞാൻ അവരോട് സംസാരിച്ചു. അവരുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പോയിട്ട് അവർക്ക് കോണ്ടാക്ട്സ് നമ്പർ ഒന്നും അവരുടെ ഇല്ല, ആകെ ഒരു ആക്റ്റീവ് അല്ലാത്തൊരു ഇൻസ്റ്റാഗ്രാമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അവരോട് സംസാരിച്ചു, ഇന്ന പോലെ ആണ് കാര്യങ്ങൾ. ഞാൻ അവരെ എതിർക്കല്ല, ഈ സീമാ വിനീത് എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ അത് എതിർക്കുകയല്ല ചെയ്യുന്നത്. അവര് പറയുന്ന ആ ഒരു കണ്ടന്റിനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ ഇവര് ആ ഒരു കണ്ടന്റും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ സജന ഷാജി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ബിരിയാണി കേസ് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജന ഷാജി കല്യാണം കഴിച്ചതാണെന്നും കുട്ടികളുണ്ടെന്നും ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഈ സീമാ വിനീത് എൻ്റെ കൂടെയുള്ളത് ട്രാൻസ്മാനല്ലേ, എനിക്ക് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ, നീ AC കാറിൽ ഇരുന്ന് ബെൻസ് കാറിൽ നടക്കുന്നത് പോലെയും നിന്റെ ജീവിത ശൈലികളെ പോലെ എല്ലാവർക്കും ആകാൻ പറ്റുമോ, നിനക്ക് 10 മിനിറ്റ് വന്നിരുന്ന് റോട്ടിൽ വന്നിരുന്ന് ബിരിയാണി കച്ചവടം നടത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം അന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അന്ന് സജന ഷാജി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അപ്പൊ എനിക്കെതിരെ കേസൊക്കെ കൊടുത്തതാണ്. ഞാൻ അതിനെല്ലാം ഫേസ് ചെയ്തു. ഞാൻ ഒരിടത്തും വന്നിരുന്ന് കാറാനോ കരയാനോ, ഈ കേരളത്തിലുള്ള എല്ലാ ഒരു കമ്മ്യൂണിറ്റി പോലും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. എല്ലാവരും എനിക്കെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് നിന്ന സമയത്ത് ഞാൻ ഒരിടത്തും വന്നിരുന്ന് കരയാനോ കാറാനോ ഒന്നും പറയാനോ നിന്നിട്ടില്ല. ബിക്കോസ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വിശ്വാസമുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ സംസാരിക്കുന്ന ഈ രീതിയോ ഞാനത് പ്രസന്റ് ചെയ്യുന്ന രീതിയോ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നോ ഉണ്ടാവില്ലായിരിക്കും. അതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ എന്താണോ അതാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പറയാനുള്ള അത് എത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ അടുത്ത് ഇത്രത്തോളം ഫൈറ്റ് ചെയ്ത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി സജന ഷാജീനെ കൊണ്ട് എൻ്റെ മേലെ ഇത്രത്തോളം കേസ് വരെ കൊടുപ്പിച്ചൊരു വ്യക്തി ഇന്ന് വന്നിട്ട് ഒരാളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത്, അതും അവരുടെ കൂടെ ആടിപ്പാടി നടന്നൊരു വ്യക്തിനെ ഇഷ്യൂ ആയ സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് പറയാൻ നിലപാടില്ല. കാരണം നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് പോസ്റ്റുകൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. മാർച്ച് 14 തീയതി അവർ ഈ പോസ്റ്റൊക്കെ ഇടുന്നതിന് മുന്നേ ഞാൻ സെയിം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ചേച്ചിയൊക്കെ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അവരോട് ഒരു ഈഗോയും ഇല്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞ ഇത്ര മാത്രമാണ്, സീമാ വിനീതേ നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യതയില്ല. ഒരു സമയത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്തത് ഇതേ കാരണത്തിനായിരുന്നു എൻ്റെ അടുത്ത്. ഇന്ന് നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ അതിന് എഗ്നിസ്റ്റ് ആവുന്നു. ഈ സജന ഷാജിയോട് എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു വോയിസ് റെക്കോർഡ് വളരെ മോശമായിട്ട് പബ്ലിക്കിനെ പറ്റി സംസാരിക്കുന്നു, അത് ഞാൻ പബ്ലിക്കിൽ എത്തിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതാണ് സംസാരിച്ചത്. അതിന് എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഞാൻ ആരെടുത്തും വന്ന് കരഞ്ഞില്ലല്ലോ. ഇപ്പോ അതെടുത്തിട്ട് ഒരു മുഹമ്മദ് കായിസ് എന്ന് പറയുന്ന യൂട്യൂബർ അയാൾ എടുത്തിട്ടിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. സീമാ വിനീത് പറഞ്ഞ പോയിന്റ് കണ്ടില്ല. സീമാ വിനീത് പറഞ്ഞ പോയിന്റ് എല്ലാവരുടെയും പക്ഷത്ത് നോക്കുമ്പോൾ നോൺ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആളുകൾക്കും ഈ പിന്നെ കുറച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്കും കുറച്ച് സപ്പോർട്ടായിട്ട് തോന്നുമായിരിക്കും. ഞാനും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അവരൊരു സമയത്ത് തെറ്റാണ്, അതിനെ എതിർത്തിരുന്ന ഒരാളാണെന്ന് പറയുന്നത് നിങ്ങൾ എന്തേ മനസ്സിലാക്കുന്നില്ല? മനസ്സിലാവുന്നുണ്ടോ? ഒരു സമയത്ത് ഒരു വിഭാഗം ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പോരാടിയ ഒരാൾ വന്നിട്ട് അവരോട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കെതിരെ തിരിയുന്ന തെറ്റല്ലേ? അത് എന്റെ വസ്ത്രധാരണം കണ്ടിട്ട് ഞാൻ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് അതിനെ ജഡ്ജ് ചെയ്യുന്ന എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പൊ മുഹമ്മദ് കായിസിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീമാ വിനീതിന്റെ കല്യാണം, സീമാ വിനീതിനെ ആക്രമിച്ച് കരയുന്ന വീഡിയോ, ഇപ്പൊ എന്റെയും ആ സീമാ വിനീതിന്റെ ഇഷ്യൂസ് എല്ലാം ഈ പറയുന്ന മുഹമ്മദ് കായിസ് ഇട്ടിട്ടുണ്ട്, എല്ലാ കണ്ടന്റും. അപ്പൊ ഞാൻ മുഹമ്മദ് കായിസിനോട് പോയി പറഞ്ഞ ഇത്രമാത്രമാണ്, കായിസേ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മുന്നേ പറഞ്ഞു. അപ്പൊ അയാൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വിട്ടൊരു മെസ്സേജാണ്, മെസ്സേജ് വിട്ടിരിക്കുവാണ്. താങ്ക് ഫോർ ഷെയറിങ് യുവർ ഒപ്പീനിയൻ. ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടി വന്നാൽ ഞാനിത് സൂചിപ്പിച്ചേക്കാന്ന്. ഇയാള് സീമാ വിനീതിന്റെ കല്യാണം, കൊച്ചിന് ഊണ്, കരയുന്നത്, എല്ലാ മൂമെന്റും അതിനകത്ത് ജാസീനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഇത്ര മോശമായിട്ടൊരു വീഡിയോ ചെയ്ത് അയാളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെല്ലാം ചെയ്തു വെച്ചു. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റി. ഇത്രത്തോളം സോഷ്യൽ മീഡിയ കാണുന്ന ഒരു അക്കൗണ്ടിൽ, ഇത്രത്തോളം റീച്ച് കിട്ടിയ ഒരു അക്കൗണ്ടിൽ അയാൾ ഒരു കാര്യം ചെയ്തിരിക്കുവാണ്. അത് അയാൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? ഞാൻ അത് അയാൾക്ക് ഇന്നും മെസ്സേജ് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ അതൊന്ന് തിരുത്തുക, ഒന്നെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അല്ലെന്നിട്ട് നിങ്ങൾ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു രീതിയിലും തിരുത്തില്ല. അയാൾ എനിക്ക് ഒരു കോൾ പോലും വിളിച്ചെടുക്കത്തില്ല. അയാളോട് സംസാരിച്ചിരുന്ന് അയാളോട് കൊഞ്ചാനൊന്നും അല്ല, ഇത് തിരുത്തണമെന്ന് പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. ഞാൻ വിട്ട മെസ്സേജാണിത്, അയാൾ വിട്ടത് കാണാൻ പറ്റും. അയാളുടെ പേര് കാണുന്നുണ്ടോ? അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി ആരുടെങ്കിലും പേരോ അയാളുടെ ഫോട്ടോസോ വീഡിയോസോ വെച്ചിട്ട് തെറ്റായിട്ടൊരു കാര്യം പബ്ലിക്കിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കടമയും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. ഇതേപോലെ തന്നെയാണ് ഞാനും ആങ്കറും തമ്മിലുള്ള ഇഷ്യൂസ് വന്ന സമയത്തും ഈ പറയുന്ന വ്യക്തികളൊന്നും എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. അവർക്ക് തോന്നിയ കണക്കിന് അവർ പറഞ്ഞിരിക്കുവാണ്, തോന്നിയ കണക്കിന് അവർ കണ്ടന്റ് ഇറക്കിയിരിക്കുവാണ്. അപ്പൊ അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം വിളിച്ച് പറയരുത്. ഒരു കാര്യത്തെ കുറിച്ചിട്ട് രണ്ട് വ്യക്തികളോട് വിളിച്ച് അന്വേഷിക്കുക, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ കൃത്യമായ എവിഡൻസുകൾ ഉണ്ടോ, നിങ്ങൾ പറയുന്നതിന് എവിഡൻസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ഇൻഫ്ലുവൻസർ ആയാലും ബ്ലോഗർ ആയാലും സംസാരിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന സീമാ വിനീതിന്റെ ഓൾ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ടുകൾ സൂചിപ്പിച്ചേക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. എന്താണിത്? ഇതായിരുന്നു കല്യാണം മുടങ്ങിയതിന് പിന്നാലെ സത്യം. സീമാ വിനീതിന്റെ കല്യാണത്തെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് നോക്കൂ, കണ്ടോ? ഇത് സീമാ വിനീതിന്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്, കായിസ്. അടുത്തത് സീമാ വിനീതിന്റെ വധഭീഷണി പൊട്ടിക്കെറിഞ്ഞ് ലൈവിൽ. അടുത്തത് ആള് തന്നെയാണ്. പിന്നെ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻഹണി ആരോഗ്യമായ സംഘങ്ങളും കൂടി ആക്രമിക്കുന്നത്. എടുത്തിപ്പോ കാണിച്ചു തരാം. എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എനിക്കെതിരെ ചെയ്തിരിക്കുന്ന വീഡിയോ. ഇയാൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ജാസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ജാസിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. വേറെ പണിയൊന്നുമില്ലേ? എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി വിടുക, എല്ലാ കമ്മ്യൂണിറ്റിയും കൂടി കേസ് കൊടുക്കണം ഇങ്ങനത്തെ ഡൂക്കളികളൊക്കെ വെച്ചിട്ട്. സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യത്തെ.
ജാസിക്കെതിരെയും ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റിക്കെതിരെയൊക്കെ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. അത് കല്യാണം കഴിച്ച റിലേറ്റഡ് ആയ വീഡിയോസ് ആണ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റി കല്യാണം കഴിച്ചു എന്ന് അറിയിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇത് കിടക്കുന്നു. ജാസിക്കെതിരെ ചെയ്തിരിക്കുന്നത് ആ കിടക്കുന്ന മെറൂൺ കളറിൽ ജാസി ചുടിദാർ ഇട്ടിരിക്കുന്നത് അതാണ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരന് അത് ചെയ്തോട്ടെ. പുള്ളിക്കാരന് എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ 10 രൂപയുടെ അരി മേടിച്ച് കഴിച്ചോട്ടെ. അതിലൊക്കെ സന്തോഷം തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം പുള്ളിക്കാരൻ ചെയ്യുന്നു. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിടുമ്പോൾ അതിനകത്ത് ഒരാളുടെ 2 ഭാഗത്ത് അന്വേഷിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് അന്ന് ലൈവ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. തിരുത്താളൊരു മാനസികാവസ്ഥ കാണിക്കുക. മുഹമ്മദ് കായിസിന് മാത്രമല്ല വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്നത്. മുഹമ്മദ് കായിസിനെ പോലുള്ള ആണുങ്ങൾക്ക് മാത്രമല്ല വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്നത്. എല്ലാ വ്യക്തികൾക്കും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കഴിവുണ്ട്. സംസാരിക്കുമെന്ന് ഓർക്കുക. എല്ലാ വ്യക്തികളും സംസാരിക്കും, അവരുടെ ആവശ്യങ്ങൾ സംസാരിക്കും. പിന്നെ സീമാവിനീത് എന്നോട് അന്ന് കാണിച്ച സമയത്ത് എനിക്ക് ഈ ചുറ്റും ആളുകൾ കൂടിയ സമയത്ത് ഞാൻ കാറിൽ കൊണ്ടിരിക്കാനോ ലൈവിൽ വന്ന് മുഹമ്മദ് കായിസിനോട് സംസാരിക്കാനോ ഞാൻ നിന്നിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെ എൻ്റെ രീതിയിൽ തന്നെ ഞാൻ അതിനെ നേരിട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഒരാളെ പേടിയുമില്ലായിരുന്നു, ഒരാളെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ട് അതിനുശേഷം തിരുത്തി പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. എൻ്റെ കമ്മ്യൂണിറ്റി ഫുൾ എനിക്കെതിരെ തിരിഞ്ഞു വന്നാലും ഞാൻ അതിന്റെ പോയിന്റ് സംസാരിക്കാനുള്ള പോയിന്റ് എൻ്റെ ഉണ്ട്. എനിക്ക് സംസാരിക്കാനുള്ള പോയിന്റ് ഉണ്ട്. പോയിന്റ് ഇല്ലാത്ത ആളുകൾ പല സമയത്തും പലതും പറയും. അതിന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരണ്ട. കേട്ടല്ലോ? മുഹമ്മദ് കായിസെ ബാക്കി എല്ലാവരെയും കൊണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് കായിസെ ഡിലീറ്റ് ഇനി ചെയ്യണമെന്നില്ല. അങ്ങോട്ട് എൻ്റെ വീഡിയോ വെച്ചിട്ട് അങ്ങ് പബ്ലിസിറ്റി മേടിക്ക്. 10 രൂപയുടെ അരി മേടിച്ച് കഴിക്കും. ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ വക 10 രൂപയുടെ അരി മേടിച്ച് കഴിക്കണം മുഹമ്മദ് കായിസെ. കേട്ടോ? അപ്പൊ ബായ്. ഞാൻ ഇതൊന്ന് പറയാനാണ് വന്നത്. വളരെ മോശമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനത്തെ രീതിയിലേക്ക് പ്രതികരിക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് മറ്റുള്ള രീതിയിൽ പോലെ ആളുകളെ പോലെ വന്നിരുന്നിട്ട് വളരെ പഞ്ചാര പോലെ സംസാരിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് ഞാനായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയത്തുള്ളൂ. എനിക്ക് തെറ്റെന്ന് തോന്നി കഴിഞ്ഞാൽ തെറ്റെന്ന് സംസാരിക്കാനും നല്ലതിന് നല്ലതെന്ന് സംസാരിക്കാനും എനിക്ക് നല്ല കഴിവുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ രീതിയിലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വന്ന് ഞാൻ വേണം നല്ല രീതിയിൽ സംസാരിച്ചു കാണിച്ചു തരാം. എന്തിനാണ് കായ്സ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വളരെ മോശമല്ലേ? കായ്സിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? വളരെ മോശമാണ്. ഇങ്ങനെ ആരും ഉപദ്രവിക്കരുത്. കായ്സ് അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമ്മൾ 10 രൂപയുടെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയോ കായ്സിന്? ഇല്ല. എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നോട് ചോദിക്കണ്ടേ? അത് ശരിയായ നടപടിയായിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനെ രീതിയിലും എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇങ്ങനത്തെ രീതി സംസാരിക്കാനാണ് ഇഷ്ടം, ഇങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. കേട്ടോ? മുഹമ്മദ് കായിസെ എൻ്റെ വക വാങ്ങിച്ച അരി നന്നായി ഉമ്മാനും ഉപ്പാനും കഴിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു, ഭാര്യനും കഴിപ്പിച്ചെന്ന് വിശ്വസിപ്പിക്കുന്നു. നന്നായി കഴിച്ചോളൂ. താങ്ക് യു സോ മച്ച്. എന്നെ കുറച്ചുകൂടി പബ്ലിസിറ്റിയിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് മുഹമ്മദ് കായിസെ. ഓക്കെ, ബൈ.